ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പനീർ മസാല ദോശയാണ്. പനീർ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ദോശയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 3 ദോശയിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാവും. അപ്പോൾ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരട്ടെ. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീർ നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് പൊടിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഏകദേശം ഒരു 100 ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയോടൊപ്പം മിക്സ് ചെയ്തെടുക്കുക. ഇതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുത്ത് ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം സിമ്മിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ ദോശയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായോ എന്നറിയാൻ നമുക്ക് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തവി മാവ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടറോ ഗീയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ സോസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിഡിൽ ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് മടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മടക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നടുവിൽ മാത്രം ഫില്ല് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതേ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡിലൊക്കെ കിട്ടുന്ന അതേ ഒരു ദോശയാണിത്. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്